പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. MLA മുഹമ്മദ് മുഹസിൻ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പലയിടങ്ങളിലും മധുരപലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു. സ്കൂളുകൾ, വായനശാല, ആശുപത്രി, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ലളിതമായ ചടങ്ങുകളോടെ നടന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പതാക ഉയർത്തി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ചെറുപ്പകാലത്ത് അതിനോടൊക്കെ ചേർന്ന് നിന്ന ഒരു തലമുറ അവരും ഇന്ന് അവരുടെ കാലവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ വായനയിലൂടെയും ഇത്തരം പരിപാടികളിലൂടെയും അവരുടെ പഠനങ്ങളിലൂടെയും മറ്റു പല സഞ്ചാരങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയതിനപ്പുറത്ത് നേരിട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരല്ല ഇപ്പോൾ ഉള്ള നമ്മുടെ തലമുറ. പക്ഷേ 2 നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു മനുഷ്യൻ, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു മനുഷ്യന് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, ഒരു നല്ലൊരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ടുകൂടിയാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പതാക ഉയർത്തി. കുമരനെല്ലൂർ സ്കൂളിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഈ സ്വാതന്ത്ര്യ ദിനത്തെ വളരെ ലളിതമായ ചടങ്ങായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാലും നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ ഒരുപാട് പേര് അതിനു വേണ്ടി പോരാട്ടം നടത്തി വീരമൃത്യു മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സ്കൂളുകളിൽ NCC കുട്ടികളുടെ പരേഡ്, പ്രതിജ്ഞ, ദേശഭക്തി ഗാനം, മൈം എന്നിവയും നടന്നു. അധ്യാപകർ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായി. തൃത്താല പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാർത്ഥികളും ജാഗ്രതാ സമിതി അംഗങ്ങളും വ്യാപാരികളും നാട്ടുകാരും പങ്കാളികളായി. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയിൽ വാർഡ് മെമ്പർ ജയലക്ഷ്മി പതാക ഉയർത്തി. വായനശാലാംഗങ്ങൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിസരം ശുചീകരിച്ചു. NCV ന്യൂസ്, തൃത്താല. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.